കുടുംബത്തിന് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്ന ചിലരുണ്ട്. നന്നായി പഠിക്കുമായിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് പഠനം ഉപേക്ഷിച്ച് ജോലിക്ക് പോയവർ. കലാകായിക രംഗത്തും മറ്റും നല്ല കഴിവുണ്ടായിട്ടും അതിലേക്ക് ശ്രദ്ധയൂന്നാൻ കഴിയാതെ മോഹം ഉപേക്ഷിച്ചവർ. അങ്ങനെ എത്രയെത്ര പ്രതിഭകളാണ് സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് ചെറുപ്രായത്തിൽ കുടുംബത്തിനായി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത് ഏതൊക്കെയോ തൊഴിലെടുത്ത് കഴിയുന്നത്. ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കില്ല അവർ ചെയ്യുന്നത്, തൃപ്തികരമായ ജീവിതമാവില്ല അവർ നയിക്കുന്നത്. പക്ഷെ അവർക്കതിൽ പരാതി ഉണ്ടാവില്ല. അനിയൻ്റെ പഠനം, സഹോദരിയുടെ വിവാഹം, മാതാപിതാക്കളുടെ ആരോഗ്യം, എല്ലാവരുടെയും സന്തോഷം, അതിനൊക്കെ വേണ്ടി സ്വന്തം സ്വപ്നങ്ങളും നല്ല ഭാവിയും പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവരെ തള്ളിപ്പറയരുത്, പുച്ഛിക്കരുത്. അവരുടെ ത്യാഗമാണ് നമ്മുടെ ജീവിതമെന്ന് ഗുണമനുഭവിക്കുന്നവരെങ്കിലും മനസ്സിലാക്കണം. കഴിയുന്ന വിധം അവർക്ക് തുണയാകണം. അവർക്ക് നല്ല കുടുംബജീവിതം നയിക്കാൻ നാം സൗകര്യം ചെയ്തു കൊടുക്കണം. ഒരിക്കൽ ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് പോകുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പ്രവാചകൻ അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയിട്ടോ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടോ പ്രായമായ മാതാപിതാക്കളെ പോറ്റാൻ വേണ്ടിയിട്ടോ ആണ് പോകുന്നത് എങ്കിൽ അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ഖലീഫയായിരുന്ന ഉമർ ബിൻ ഖത്താബിൻ്റെ കാലത്ത് ജോലിക്കൊന്നും പോകാതെ പള്ളിയിൽ ഇഅ്തികാഫിരുന്ന ഒരു മനുഷ്യനോട് ജോലിക്ക് പോകാൻ കൽപ്പിച്ചത് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് ഉന്നത സ്ഥാനമാണ് പടച്ചവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.